ഹായ്. ഇതിനെ ഒരു ടീസർ റിയാക്ഷൻ എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേര് നിങ്ങൾക്കിവിടെ ബാക്കിൽ കാണാം. പരാശക്തി. ഡയറക്ടർ സുധാ കൊങ്കറ. അഭിനയിക്കുന്നത് രവി മോഹൻ, ശിവകാർത്തികേയൻ, അഥർവ ആൻഡ് ശ്രീലീല. അവരാണ് അതിൻ്റെ മെയിൻ കാസ്റ്റ് എന്ന് ഇപ്പോൾ ടീസറിലൂടെ അവർ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ടീസർ. അതായത് ആ ടീസർ പറഞ്ഞ് വെക്കുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ട്, അത് കാണുന്ന ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഇതൊരു റിട്രോ സിനിമ ആയിരിക്കുമെന്ന് ഉള്ള ഒരു അല്ലെങ്കിൽ അതിന് സിനിമയ്ക്ക് ഒരു റിട്രോ ആസ്പെക്റ്റ് ഉണ്ടാകും എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന തീം എന്താണെന്നുള്ളത് ആ ടീസറിനകത്തൊരു വരിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ആ സിനിമയിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരിക്കാം എന്ന് നമുക്കൊരു സൂചന തരുന്നുണ്ട് രവി മോഹൻ്റെ ക്യാരക്ടർ. നമ്മൾ ഗുണ്ടൂർക്കാരം എന്ന സിനിമയിലും അല്ലെങ്കിൽ പുഷ്പയിലെ ഡാൻസിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഗ്ലാമറസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സ്പോസ്ഡ് വേർഷൻ ഓഫ് ശ്രീലീലയിൽ നിന്ന് ഇതിൽ കുറച്ചുകൂടി ഒരു പെർഫോമർ ശ്രീലീലയെ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ ദ മെയിൻ ആക്ടേഴ്സ്, അതിൽ എനിക്ക് ഏറ്റവും ഞാൻ ആ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയും ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് രവി മോഹൻ്റെ പെർഫോമൻസ് കാണാനാണ്. അതായത് നമ്മൾ ഇതുവരെ ആ പുള്ളി ആദിഭഗവൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് റോൾ അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു നെഗറ്റീവ് ഡബിൾ റോൾ ചെയ്തപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളി ഒരു ഔട്ട് ആൻഡ് ഔട്ട് വില്ലൻ എന്നോ ആൻറ്റി ഹീറോ എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടർ പെർഫോം ചെയ്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. സോ അങ്ങനെ ഒരു ഫ്രഷ്നെസ്, അതായത് കാസ്റ്റിൽ തന്നെയുള്ളൊരു ഫ്രഷ്നെസ് കൊണ്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ അതിൻ്റെ എസ്റ്റാബ്ലിഷിങ് ഷോട്ട്സ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സിനിമ എന്ന് പറയുന്നത് ഇരുവറാണ്. ഇതിനകത്ത് നിങ്ങൾ ആ ടീസർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആ ഇരുവർ എന്ന സിനിമയ്ക്കകത്ത് മോഹൻലാൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തിട്ട് പ്രകാശ് രാജിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്ന് കഴിഞ്ഞിട്ട് മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട്. ഒരു ടോപ്പ് ആംഗിൾ ഷോട്ടാണ്. അതുപോലത്തെ ഷോട്ട് ഇതിനകത്തുണ്ട്. അത് കോപ്പി ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മണിരത്നത്തിനെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന രീതിയിൽ സുധാ കൊങ്കറ വിൽ ബി ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ സുധാ കൊങ്കറ ഈസ് ഹെവിലി ഇൻസ്പയർഡ് ബിക്കോസ് മണിരത്നം ഈസ് എ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഒരു പീരീഡ് സിനിമ ആവാം, അല്ലെങ്കിൽ പീരീഡ് സ്വഭാവമുള്ള സിനിമയാവാം, അല്ലെങ്കിൽ ആ സിനിമയുടെ ഏതെങ്കിലുമൊക്കെ പാർട്ട് ചിലപ്പോൾ ഒരു പീരീഡ് ഡ്രാമയായിരിക്കാം. പക്ഷേ ഒരു ഗംഭീര സിനിമ ലോഡിംഗ് ആണ്. അതാണ് ആ ടീസർ പറഞ്ഞു വെക്കുന്നത്. ഗംഭീര പെർഫോമൻസസ് ലോഡിംഗ് ആണ്, അതും ആ ടീസർ പറഞ്ഞു വെക്കുന്നു. സോ വി ക്യാൻ ഹോപ്പ് ഒരു ഗംഭീര അടിപൊളി കുറേ പെർഫോമൻസ് ഉള്ള ദ സോ കോൾഡ് ബ്രഹ്മാണ്ഡ സിനിമ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ബൈ.